സംസ്കൃത സർവകലാശാല താൽക്കാലിക VC സിസ തോമസിനെതിരെ ഉണ്ടായ പ്രതിഷേധത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ DGPയെ നേരിട്ട് വിളിപ്പിച്ചു. സിസ തോമസിനായി ശവമഞ്ചമൊരുക്കിയെന്നാണ് SFI പ്രവർത്തകർക്കെതിരായ ആരോപണം. കുറ്റക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ DGPയോട് ആവശ്യപ്പെട്ടു. DGPയെ വിളിച്ചു വരുത്തിയ ഗവർണറുടെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി. ലോക് ഭവന്റേത് സമാന്തര ഭരണം കൈയാളാനുള്ള ശ്രമമാണെന്നും പിണറായി വിജയൻ വിമർശിച്ചു. അതേസമയം RSS പരിപാടിക്കിടെ വന്ദേമാതരത്തെക്കുറിച്ച് കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമൽ നടത്തിയ വിവാദ പരാമർശത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. വിമർശനം ശക്തമായിട്ടും പ്രസ്താവന പിൻവലിക്കാനോ തിരുത്താനോ മോഹൻ കുന്നുമൽ ഇതുവരെ തയ്യാറായിട്ടില്ല. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ വിലക്കിയിട്ടും ഐഷി ഘോഷിന്റെ പരിപാടി നിശ്ചയിച്ച പ്രകാരം തന്നെ SFI നടത്തി. പാലയോട് ക്യാമ്പസിൽ സംഘടിപ്പിച്ച ഷീ ഫെസ്റ്റിവലിൽ ഐഷി ഘോഷ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സർവകലാശാലകൾ വീണ്ടും ഒരു കലാപശാലകളായി മാറുകയാണോ? അക്കാര്യത്തിൽ VC-മാർ തന്നെ ഒരു പക്ഷം പിടിച്ച് നിൽക്കുകയാണോ? VC-മാരെ ഉപയോഗിച്ച് സർവകലാശാലകളിൽ ആധിപത്യം ഉറപ്പിക്കാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വീണ്ടും ശ്രമം ആരംഭിച്ചോ? കാണാം RDX. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലാണ് SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് എത്തിയത്. സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഐഷി ഘോഷ് ഉയർത്തിയത്. താൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് VC വ്യക്തമാക്കണമെന്നും ഐഷി ആവശ്യപ്പെട്ടു. മുൻകൂർ അനുമതി വാങ്ങാത്തതിനാൽ സെമിനാർ ഹാളിൽ പരിപാടി നടത്താൻ പാടില്ല എന്നായിരുന്നു VC-യുടെ വാദം. എന്നാൽ മുൻകൂട്ടി അനുമതി നൽകിയിരുന്നുവെന്നും ഐഷി ഘോഷാണ് പരിപാടിയിലെ മുഖ്യാതിഥി എന്ന കാരണത്താലാണ് വൈസ് ചാൻസലർ അനുമതി നിഷേധിച്ചതെന്നുമായിരുന്നു SFI ആരോപണം. കാലടി സംസ്കൃത സർവകലാശാലയിലെ താൽക്കാലിക VC സിസ തോമസിനെതിരെ ഉണ്ടായ പ്രതിഷേധത്തിൽ DGPയെ ഗവർണർ നേരിട്ട് വിളിപ്പിച്ചു. കുറ്റക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിയമ നടപടി സ്വീകരിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. SFI പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ABVP-യും ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. വന്ദേമാതരം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമൽ നടത്തിയ പരാമർശത്തിലും പ്രതിഷേധം കനക്കുകയാണ്. RDX ന്യൂസ് മലയാളം. കാലടി സംസ്കൃത കോളേജിൽ നടന്നത് അപരിഷ്കൃത സമരമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളി SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദും രംഗത്തെത്തി. സമരരൂപം തെറ്റാണെന്ന വിമർശനം വന്നാൽ പരിശോധിക്കാൻ തയ്യാറാണെന്ന് ശിവപ്രസാദ് വ്യക്തമാക്കി. നമ്മൾ ഇപ്പോൾ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരത്തിന് നമ്മൾ ആരും എതിരല്ല. ഞങ്ങളൊക്കെ അത്തരം സമരങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ്. പക്ഷേ അതിനൊരു ചില മര്യാദകളും അതിന് പാലിക്കേണ്ടതായിട്ടുള്ള ചില കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സീമകൾ ലംഘിക്കപ്പെട്ട് സമരം വേറെ ഒരു രീതിയിലേക്ക് പോവുകയും അക്രമാസക്തമാവുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ അപരിഷ്കൃതമായിട്ടുള്ള സമര രീതികളുമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് നടപടികൾ മുന്നോട്ട് പോകും. ഒരിക്കലും ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശവമഞ്ചം ചുമന്നുകൊണ്ട് പോയി അവരെ അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന നടപടി ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നതല്ല. ജീവിച്ചിരിക്കുന്ന വൈസ് ചാൻസലറുടെ പേരിൽ ശവമഞ്ചം ഒരുക്കുക, ഇത് ഏത് പ്രാകൃതമായ സമര ആഭാസമാണ്? ഇതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് അത് നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിച്ചിരിക്കും. അവർ ഒരിക്കലും സിസ തോമസിന് അങ്ങനെ ഒരു ശവമഞ്ചമോട് ഒരുക്കിയിട്ടില്ല. ആ മേഡത്തിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ തീർക്കാൻ അവിടുത്തെ വിദ്യാർത്ഥികൾ തയ്യാറാണ്. നിങ്ങൾ ആ സമരത്തിൻ്റെ വിഷ്വൽ മുഴുവൻ പരിശോധിച്ചാൽ, ആ പുറത്തുനിന്ന് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ, ആ ഡ്രാമ ലൈറ്റിനാണ് അവർ ആ നിലയിൽ ഒരു നാടകാവിഷ്കാരം എന്ന നിലയിൽ ഒരു സമരൂപം ആവിഷ്കരിച്ചു. ഇനി ആ സമരൂപം തെറ്റാണ് എന്നൊരു വിമർശനം വന്നാൽ അത് പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. അമ്മ ആരാണെന്ന് തിരിച്ചറിയാത്തവരാണ് വന്ദേമാതരത്തെ എതിർക്കുന്നതെന്നായിരുന്നു കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ വിവാദ പ്രസ്താവന. മോഹൻ കുന്നുമലിന്റെ പ്രവൃത്തി പദവിക്ക് നിരക്കാത്തതാണെന്ന് റോജി M. ജോൺ കുറ്റപ്പെടുത്തി. മോഹൻ കുന്നുമൽ ജനിക്കുന്നതിന് മുൻപേ ഞങ്ങൾ വന്ദേമാതരം പാടി തുടങ്ങിയതാണെന്നായിരുന്നു മന്ത്രി K. മുരളീധരന്റെ പരിഹാസം. കേരളത്തിലെ സർവകലാശാലകളെ ലക്ഷ്യം വെച്ച് രാജ്യത്ത് RSS വലിയ ഓപ്പറേഷൻ നടത്തുന്നുണ്ടെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദും ആരോപിച്ചു. വന്ദേമാതരം എന്ന് നമ്മൾ പറയുന്നത്, പാടുന്നത് അതുകൊണ്ടാണ്. അമ്മ ആരാണെന്ന് അറിയാത്തവരാണ് വന്ദേമാതരം പറയുന്നതിനെ എതിർക്കുന്ന ആളുകൾ. പക്ഷേ അമ്മ ആരാണെന്ന് അറിയുന്ന ആളുകൾ, അമ്മ എന്താണെന്ന് അറിയുന്ന ആളുകൾ
വന്ദേ മാതരം എന്ന് തന്നെ എപ്പോഴും പറയും. സർവകലാശാല വൈസ് ചാൻസലർമാർ ഒരു കാരണവശാലും പ്രത്യയശാസ്ത്ര ധ്രുവീകരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ആ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വത്തിന് അല്ലെങ്കിൽ ആ സ്ഥാനത്തിന് യോജിച്ച പരിപാടികളല്ല. ഒരു കാരണവശാലും നമുക്ക് അതിനോട് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇദ്ദേഹമൊക്കെ ജനിക്കുന്നതിന് മുമ്പേ വന്ദേ മാതരം ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ആലപിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുമ്പ് ആലപിച്ച 2 ഖണ്ഡികയാണ് ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. മോഹനം കുന്നുമൽ എന്ന വ്യക്തി ഏത് പരിപാടിക്കും പോയിക്കോട്ടെ, അയാൾക്ക് ഏത് ആശയത്തിലും വിശ്വസിക്കാം, അയാൾക്ക് ഏത് പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിക്കാം, ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാം. പക്ഷേ സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ആ സർവകലാശാലയുടെ ഏറ്റവും ഉയർന്ന അധികാര പദവിയാണ്. അതൊരു മഹത്തരമായ പദവിയാണ്. അങ്ങനെ മഹത്തരമായ പദവിയിലിരുന്ന് RSS പോലെ ഏറ്റവും വലിയ വർഗീയ സംഘടനയുടെ പരിപാടിക്ക് നിരന്തരം പോവുക, പ്രസംഗിക്കുക എന്നുള്ളത് ആ കസേരയോടുള്ള അവഹേളനമാണ്. അതാ പ്രശ്നം. ഇത് നാഗ്പൂരോ ശാഖയോ അല്ല, ക്യാമ്പസ് ആണെന്നും ആര് വിലക്കിയാലും പോരാട്ടം തുടരുമെന്നുമാണ് SFI നേതാവ് ഐഷി ഘോഷ് കണ്ണൂരിൽ പറഞ്ഞത്. This government, the people inside this government, they're using inside the states to subvert the federal structure. They're using the governor to appoint their like-minded vice chancellor inside universities. Why? So that it is easier for them to corporatize the education system. It's easier for them to communalize the education system, so that it is easier for them to centralize the education system. മുൻകൂർ അനുമതി തേടിയില്ലെന്ന VCയുടെ വാദം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും ആവർത്തിച്ചു. അതേസമയം കണ്ണൂർ സർവകലാശാല പാലയോട് ക്യാമ്പസ് ഡയറക്ടർക്കെതിരെ KSUവും രംഗത്തെത്തി. പരിപാടികൾ നടത്താൻ അനുമതി ചോദിച്ചാൽ നൽകാറില്ല, VCയുടെ അനുമതി വേണമെന്നാണ് സ്ഥിരം മറുപടിയെന്നും KSUവും ആരോപിച്ചു. കൃത്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ വന്നില്ല എന്നുള്ളതാണ് മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അനുമതി നിഷേധിക്കപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ യൂണിയനിലെ പല വിദ്യാർത്ഥികളും, അതുമാത്രമല്ല ഇവിടുത്തെ ക്യാമ്പസ് ഡയറക്ടർ ഉൾപ്പെടെ നമ്മളെപ്പോലുള്ള ഈ KSU യൂണിറ്റിലെ ഭാരവാഹികൾക്കോ സംഘാടകർക്കോ ഇവിടെ ഒരു പരിപാടി നടത്താൻ പോലുള്ള അനുമതി നമുക്ക് ഈ ക്യാമ്പസ് ഡയറക്ടർ തന്നെ തരാറില്ല. നമ്മൾ പല പ്രാവശ്യം ഈ ക്യാമ്പസ് ഡയറക്ടർ അടുത്ത് പോയി നമുക്കുള്ള അനുമതി നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അതൊരു അനുമതി തന്നിട്ടില്ല. ശ്യാമലി, ഇതിപ്പോൾ വീണ്ടും ക്യാമ്പസുകൾ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. പ്രത്യേകിച്ച് അത് കൂടുതൽ രൂക്ഷമായത് ഈ സംസ്കൃത കോളേജിലെ സമരവുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. അതുപോലെ മോഹൻ കുന്നുമലിൻ്റെ പരാമർശങ്ങൾ, ഐഷി ഘോഷിൻ്റെ പരിപാടി, അങ്ങനെ വിദ്യാർത്ഥികൾ സമരമുഖത്തേക്ക് കടക്കുമ്പോഴാണ് സംസ്ഥാനമാകെ ഒരു സമര പ്രതീതി ഉണ്ടാവുക. ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറുകയാണോ? തീർച്ചയായും ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറേണ്ട ഒരവസ്ഥയിലാണ് നിലവിൽ കേരളത്തിലുള്ള ഇതുപോലെയുള്ള സർവകലാശാലകൾ എന്ന് തന്നെയാണ് ഞാൻ ആകെ മൊത്തമായി മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സമീപകാലത്ത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തൊട്ട് അത് തുടങ്ങിയതാണ്. അതിനെ വിധം ആ നിലയ്ക്ക് മുഖ്യമന്ത്രിയാണെങ്കിലും ആ നേരത്തെ മന്ത്രിമാരാണെങ്കിലും മറ്റു ബന്ധപ്പെട്ട മന്ത്രിമാരാണെങ്കിലും അതിനെ പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിലവിൽ ഒരു യുദ്ധം കുട്ടികളും അതിന് മാത്രവുമല്ല ഗവർണർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള VCമാരും അടക്കമുള്ളവർ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു ദ്വന്ദ്വയുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുകയാണ് നിലവിലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു ആകെത്തുകയായിട്ട് ഇതിപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇത് ജന്തർ മന്ദർ സമരത്തിന് ശേഷമുള്ള ഒരു ഇൻഡിപെൻഡൻസ് ആണ്. നമുക്കിപ്പോൾ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ഇപ്പോൾ കടന്നുപോയത്. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാക്ക് ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഹർഷൻ ചേട്ടൻ്റെ ശ്രദ്ധയിൽ അത് പെട്ട് കാണും. അത് ദിമാഖി നക്സൽ എന്നുള്ളതാണ്. അന്ന് അദ്ദേഹം അവിടെ നടന്ന പ്രസംഗ ശകലം അതിങ്ങനെയായിരുന്നല്ലോ: ബുദ്ധിജീവികളായ നക്സലേറ്റുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അരാജകത്വവും അക്രമവും പടർത്താനും അവസരം നോക്കിയിരിക്കുകയാണ്. അവരെ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും വേണം. യുവാക്കളെ ബുദ്ധിജീവികളാക്കാതെ രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. എന്താണ് ദിമാഖി നക്സൽ എന്നുള്ളതാണ് മുഴുവൻ ആളുകളും. അതിനെതിരെ വലിയ പ്രതിഷേധവും അത് ഒരു പേജും ഒക്കെ തുടങ്ങിയിട്ടുമുണ്ട് നിലവിൽ. ഈ ദിമാഖി നക്സലിൻ്റെ പര്യായമായി നമുക്ക് ഇവിടുത്തെ അഭ്യസ്തവിദ്യരും അവബോധവുമുള്ള വിദ്യാർത്ഥികളടക്കം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളും അങ്ങനെ തന്നെയാണല്ലോ വിചാരിക്കുന്നത്. എന്താണ് ഈ CJP സമരത്തിൽ സംഭവിച്ചത്? CJP മാത്രമല്ല, വിദ്യാർത്ഥി സമരത്തിൽ സംഭവിച്ചത് എന്താണ്? അവർ മുന്നോട്ട് വെച്ചിരുന്ന കാര്യം, ചില ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതിനെ ഏത് തരത്തിലാണ് ദിമാഖി നക്സൽ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക എന്നുകൂടിയല്ലേ നമ്മൾ ആലോചിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇതിൻ്റെ പര്യായമായി നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്റലക്ച്വൽ, ക്രിട്ടിക്കൽ തിങ്കർ, ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, ക്വസ്റ്റ്യനിങ് ടീച്ചേഴ്സ്, ട്രൂത്ത് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഫാക്ട് ചെക്കേഴ്സ്, ഇങ്ങനെയൊക്കെ വേണം നമ്മൾ
ഈ ദിമാഖി നക്സൽ എന്ന വാക്കിന് പര്യായമായി നമ്മൾ പറയാം. അല്ലാത്ത പക്ഷം നമ്മൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ അതേ ചിന്താധാരയിൽപ്പെടുന്ന, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഇതിൻ്റെ വിപരീത പദമായി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കൂട്ടർ എന്ന് വേണം നമ്മൾ പറയാം. ഇനി ഈ ദിമാഖി നക്സലിൽ പെടുന്ന ആളാണ് RSS ഇപ്പോൾ തന്നെ പെടുത്തിയിരിക്കുന്ന ആളാണ് ഐഷി ഘോഷ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതായത് നമ്മുടെ ഭരണവർഗം പെടുത്തിയിരിക്കുന്ന ആളാണ് ഐഷി ഘോഷ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ജന്തർ മന്ദർ സമരത്തിന് ശേഷം ആദ്യം തേടിയെത്തിയ ഒരു വിദ്യാർത്ഥി നേതാവ് ഐഷി ഘോഷാണ്. അവരാണ് നിലവിൽ കേരളത്തിലെ ക്യാമ്പസിലേക്ക് ഒരു പരിപാടിയിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ഈ വർത്തമാനത കാലത്ത് അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഈ ഘട്ടത്തിൽ നിലവിൽ ഇത്രയുമധികം, അതായത് സർവകലാശാലകളെ കാവ്യവത്കരണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഇവിടെ ഒരു ബൈറ്റെങ്കിലും ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഐഷി ഘോഷിനെ പോലുള്ള ഒരു നേതാവ് ഇവിടുത്തെ ഒരു ക്യാമ്പസിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വർത്തമാനകാലത്ത് മറ്റെന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എനിക്കൊരു അത്ഭുതവും തോന്നിയില്ല. ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം ഇവരുടെ പ്രചാരണത്തിന്, അതായത് രാഷ്ട്രീയ സൈദ്ധാന്തിക ലക്ഷ്യങ്ങൾ യുവാക്കളുടെ ചിന്തകളിലും അവരെ സ്വാധീനിക്കുകയും അവരുടെ പ്രവൃത്തികളിലും സ്വാധീനിക്കുക എന്നുള്ളത് നല്ല ഉദ്ദേശത്തിൽ കൂടിയാണ് ഇവിടുത്തെ സർവകലാശാലകളിൽ ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗവർണറുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നു എന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്ന ഒരു കാര്യം ഈ സമീപകാല സംഭവങ്ങളിൽ നിന്ന്. അതിൽ ഇതല്ലാതെ അവർക്ക് മറ്റു മാർഗമുണ്ടോ എന്നുള്ളതാണ്. ഈ വേരോട്ടം കേരളത്തിൽ നടത്തുവാൻ വേണ്ടി മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്ന കാര്യം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സത്യത്തിൽ സർവകലാശാലകളെ ലക്ഷ്യമിടുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതായത് ഇന്ന് ശിവപ്രസാദ് പറഞ്ഞൊരു കാര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് VC-ക്ക് ഏത് രാഷ്ട്രീയത്തിൽ വേണമെങ്കിലും പ്രവർത്തിക്കാം, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, അദ്ദേഹം ഏത് പരിപാടിക്ക് വേണമെങ്കിലും പൊക്കോട്ടെ, പക്ഷെ അദ്ദേഹം ഏത് പദവിയിലിരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ പരിപാടിക്ക് പോകുന്നു, എന്തു പോകുന്നു, അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. വിദ്യാർത്ഥികൾക്കും നമ്മൾക്കിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം, അത് കൊള്ളില്ല, അത് അശുദ്ധമാണ്. ഏത് തരത്തിൽ നമ്മൾ ആരെയെങ്കിലും ഉപദേശിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ ഒരു സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാം, അധ്യാപകർക്കും ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാം. പക്ഷേ ഈ അധ്യാപകർ ഉൾപ്പെടുന്ന, അതായത് ഒരു വിഭാഗത്തിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതും അങ്ങനെ ചെയ്യുന്നവരുമായ ആളുകൾ അവരുടെ പദവിയിലിരുന്നു കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം കലർത്തുവാനും അതുവഴി അത് പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുകയാണെങ്കിൽ നമ്മളത് അനുവദിക്കാൻ പാടില്ല. അതിനെതിരെ ഉയരുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ് ഇത്. അങ്ങനെയല്ലേ നമ്മളതിനെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കലർപ്പിനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഗവർണറുടെ നേതൃത്വത്തിൽ VC-മാരിലൂടെ ഈ സർവകലാശാലകളിൽ നിലവിൽ നടപ്പാക്കിയെടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിന് പല പല ഉദാഹരണങ്ങളും നിലവിലിവിടെ ഉണ്ട്. അതിപ്പം MG-യിലായിക്കോട്ടെ, കേരളയിലായിക്കോട്ടെ, കാലടിയിലായിക്കോട്ടെ, ഈ സർവകലാശാലകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ സംഭവങ്ങളും ഇവിടുത്തെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഒരു ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്ന പോലെ പെട്ടെന്നൊരു കാര്യം ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനെതിരായ പ്രതിഷേധം എന്ന നിലക്ക് തന്നെയാണ്. ഇപ്പം നമ്മൾക്കറിയാം, ഇപ്പം D. മാവുത്ത് അല്ലേ MG-യിലെ VC-ആയി ചുമതലയേൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതിനോടുള്ള ചായ്വാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുമാത്രവുമല്ല, ഈ സിൻഡിക്കേറ്റിലേക്കുള്ള ലിസ്റ്റ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം, ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെയുള്ള വിദ്യാർത്ഥികളും അതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരും ഉയർത്തിക്കാട്ടുമ്പോൾ തന്നെ ഇതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുകയോ അല്ലെങ്കിൽ ഇടപെടേണ്ടതോ അല്ലെങ്കിൽ ഒന്ന് അത് അഡ്രസ്സ് ചെയ്യേണ്ടവരോ ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് ഒരു പ്രസ്താവനയിൽ ഒതുങ്ങുന്നത് ഇപ്പോൾ RSS മോഹൻ ഭാഗവത് പങ്കെടുത്ത ഒരു പരിപാടിയിൽ 3 VC-മാരാണ് ഇവിടെ നിന്ന് പോയത്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി വന്നിരുന്നു പറഞ്ഞു വലിയ പിഴവാണ് ഉണ്ടായിരിക്കുന്നത്, അവർ മാപ്പ് പറയണമെന്ന്. എന്നിട്ടിപ്പോൾ മാപ്പ് പറഞ്ഞു അവർ? ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ പ്രസ്താവന, ആ പ്രസ്താവനയിൽ അങ്ങ് ഒതുങ്ങി എന്നുള്ളത്. ആർക്കെങ്കിലും ചോദ്യമുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് മറ്റു ഉത്തരങ്ങൾ, ഒരു തുടർ ഉത്തരങ്ങൾ ആ കാര്യത്തിലുണ്ടോ? ഇല്ല. ഇന്ന് റോജി M. ജോണും ചെയ്തിരിക്കുന്നതും ഇത് തന്നെയല്ലേ. ഞങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റില്ല, ശക്തമായ നടപടിയുണ്ട്. പക്ഷേ അവർക്ക് കൂടുതൽ, അതായത് അതിലൊരു വ്യക്തത പോലും ഇല്ലാത്ത കാര്യം, അതായത് ഏത് നിലക്കാണ് ഇവിടെ സമരം നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിലവിലൊരു വ്യക്തതയില്ല. കാരണം SFIക്ക് അതിൽ വേർഷനാണുള്ളത് ഈ ശവമഞ്ചം എന്നുള്ള കാര്യത്തിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഇവരുടെ വിവിധ ബൈറ്റുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, അവിടെ അധ്യാപകർക്കായി സമരം ചെയ്യുന്നുണ്ട്, മറ്റു കാര്യങ്ങൾക്കായി സമരം ചെയ്യുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും. അതിൽ ഇവരുടെ ഡ്രാമ വിഭാഗത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ലൈറ്റുകൾ നശിച്ചുപോയി, ഇതില്ല. ഇവർക്ക് ഇവരുടെ പഠനഭാഗമായിട്ട് ഈ കാര്യങ്ങൾ വേണം. ആ ഡ്രാമ ലൈറ്റും എടുത്തിട്ടാണ്, അതിനാണ് നിലവിൽ അത് മരിച്ചു, അത് ശവമഞ്ചം എന്ന നിലയ്ക്ക് അവരെ കൊണ്ടുവന്ന് അവിടെ ഒരു പ്രതിഷേധം നടത്തുകയാണ് ഉണ്ടായത്. ഇതിനെയാണ് ഈ നിലക്ക് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിൽ വ്യക്തത പോലും വന്നിട്ടില്ല. ഇതിൽ
രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വന്നിട്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറയുകയാണ് ആഭ്യന്തരമന്ത്രി ശക്തമായ നടപടി ഉണ്ടാവും ഇത് ചെയ്തവർക്ക് എതിരെ. ഇതൊരു അപരിഷ്കൃതമായ സമരമാണെന്നുള്ളത്. ആ സമരത്തിൽ ഞാൻ വീണ്ടും പറയണം, അത് കുട്ടികളുമായി ബന്ധപ്പെട്ടോ ആരുമായി ബന്ധപ്പെട്ടോ അതിലൊരു വ്യക്തത വരുത്താൻ പോലും തുനിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴും ഒരു നടപടി അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്, ഉണ്ടാകും എന്നുള്ളത്. മറ്റു കാര്യങ്ങളിൽ, അതായത് ഇവർ ഒരു തൽപര രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി അതിൻ്റെ വേദികളിൽ പോയി ഈ വിധം പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഇവിടെ വ്യക്തത വരാനില്ല. ആ കാര്യത്തിൽ വ്യക്തമാണ് നമുക്ക് മുന്നിൽ എന്താണ് ഇവർ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അമ്മയെ അറിയാത്തവരാണ് ഈ വിധം വന്ദേ മാതരത്തെ ബഹുമാനിക്കാതിരിക്കുന്നത് എന്ന് പറയുക. അല്ലാതെ കാവിക്കൊടി എഴുതിയ ഭാരതാംബ സർവകലാശാലകളിൽ സ്ഥാപിക്കുക എന്താണ് എന്നുള്ളത് ഇവരുടെ നയവും ഇവരുടെ എന്താണ് ഇവർ ചെയ്യുന്നതുള്ള പ്രവൃത്തി എന്നുള്ളത് വ്യക്തമാണ്. അക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ ഇവർക്കാവുന്നില്ല. അപ്പോഴാണ് ഇവർ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ നേർക്ക് ഈ വിധം ഏറ്റവും പെട്ടെന്ന് ആദ്യം തന്നെ ഒരു നടപടി എന്ന് പറയുന്നത് വടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവർ. അത് റോജി എം ജോൺ എന്ന് പറയുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തോട് നമുക്കാർക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നുള്ളതല്ല. അദ്ദേഹം പല കാലങ്ങളായി ജനവിധി തേടി അദ്ദേഹത്തിൻ്റെ ജനസമ്മതിയുള്ള നേതാവാണ്. പക്ഷേ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകുമ്പോൾ വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളും ഭയങ്കര നിരാശാജനകമാണ്. അല്ലലില്ലാതെ ഇതങ്ങോട്ട് എങ്ങനെയെങ്കിലും അങ്ങ് കൊണ്ടുപോകാം എന്നാണ് ആലോചിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള കേരള സംസ്ഥാനത്ത് ഏറ്റവും എളുപ്പമുള്ള ജോലി മന്ത്രിപ്പണിയാണെന്ന് തോന്നിപ്പോകും നമ്മൾക്ക്. അല്ലലില്ലാതെ പോവുക. പക്ഷെ ആലോചിക്കേണ്ടത് എന്താണ്? വിദ്യാഭ്യാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു നാളത്തെ പൗരന്മാരായി കുറേ ആളുകൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിത രാഷ്ട്രീയം ഇവിടെ കലർത്തുന്നുണ്ടോ, മറ്റേതെങ്കിലും വിദ്വേഷം ഇതിലൂടെ പ്രചരിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതും അങ്ങനെയെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടതുമൊക്കെയായ ആദ്യ നാവാകുന്ന ഒരാൾ ആരായിരിക്കണം? അവിടുത്തെ മന്ത്രിയായിരിക്കണം. പക്ഷെ അദ്ദേഹത്തിന് അല്ലല് വേണ്ട. അദ്ദേഹത്തിന് ഗവർണറോട് നേരിട്ട് യുദ്ധം പറ്റില്ല. ആ നിലക്കൊരു നിലപാടില്ലായ്മ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ നിരാശയുണ്ടാകുന്ന കാര്യമാണ്. ആ കാര്യം ഞാൻ ഈ ഘട്ടത്തിൽ എന്തായാലും പറയാൻ വിചാരിക്കുന്നുമുണ്ട്. എന്തായാലും ഞാൻ വിചാരിക്കുന്നത്, അതായത് കഴിഞ്ഞ തവണ LDF സർക്കാർ ഗവർണറുമായി നിരന്തരമായ സംഘർഷത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വി ശിവൻകുട്ടിയുടെ അദ്ദേഹമാണെന്ന് തോന്നുന്നു അത്തരം ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. അതായത് പാഠപുസ്തകത്തിൽ എന്താണ് ഗവർണറുടെ അധികാരങ്ങൾ എന്ന് ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ച് അത് കരിക്കുലം കമ്മിറ്റി അടക്കം അത് പഠിച്ച് നിലവിലത് അതിനുശേഷം അവർ അധികാരം ഒഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ നിലക്ക് പോലും ഇതിനെ പ്രതിരോധിക്കാൻ ആലോചിച്ചവർ മറുവശത്തുണ്ട്, പ്രതിപക്ഷത്ത്. അതിൻ്റെ അടക്കം വിദ്യാർത്ഥി സംഘടനകളാണ് ഇപ്പോഴിവിടെ പ്രതിഷേധം ഉയർത്തുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, കേന്ദ്രവുമായി ഒരു ഏറ്റുമുട്ടലില്ല എന്ന് പറയുന്നവർ, അതായത് മതേതര ഇന്ത്യ എന്നുള്ളൊരു യാഥാർത്ഥ്യവും ഒരു സങ്കല്പവും ആശയത്തിനും തുരങ്കം വെക്കുവാൻ വേണ്ടി മൗനാനുവാദം കൊടുക്കുകയാണ് നിലവിൽ നമ്മുടെ മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, രണ്ടുപേരും ഈ വിധം നിലപാടാണ് നിലവിൽ സ്വീകരിക്കുന്നതെന്നാണ് എനിക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത്. ഹർഷൻ ചേട്ടൻ എന്ത് തോന്നുന്നു? സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എനിക്ക് തോന്നുന്നു സർക്കാർ അധികകാലമായിട്ടില്ലല്ലോ, വന്ന് ഈ പരിമിതമായ കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കാലത്ത് വലിയ പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യത എന്താണ് എന്ന് പരീക്ഷിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോൾ ഈ മുൻ സർക്കാരുമായിട്ടുള്ള താരതമ്യം, അല്ലെങ്കിൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരിനെ ഇപ്പോൾ നയിക്കുന്ന കോൺഗ്രസും ലീഗും ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ചയാകും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ താരതമ്യം അത് സ്വാഭാവികമായും അത് സംഭവിക്കും. ആ ചർച്ച എവിടം വരെ പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ അതിനേക്കാൾ പ്രശ്നം ഞാൻ ആലോചിച്ചത്, ഇന്ന് രാവിലെ മനോരമ പത്രം നോക്കിക്കഴിഞ്ഞപ്പോൾ മോഹൻ കുന്നുമൽ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നത് അരാഷ്ട്രീയവാദിയാണ് എന്നാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സമാന്തരമായി രാഷ്ട്രീയ സംവിധാനം വേണ്ട എന്ന് പ്രഖ്യാപിച്ച് ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു അരാഷ്ട്രീയവാദിയാണ്. ഈ സർവകലാശാലയെ നയിക്കാനെത്തിയിരിക്കുന്ന ആൾ അരാഷ്ട്രീയവാദിയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട്. അല്ലെങ്കിൽ അരാഷ്ട്രീയവാദിയുടെ മുഖം മൂടി അണിഞ്ഞയാളാണ്. കാരണം അങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയൂ. അദ്ദേഹം കൃത്യമായി ഒരു രാഷ്ട്രീയ പക്ഷം പിടിക്കുന്നുണ്ട്, അത് വിശദീകരിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കമൻറ്റുകളാണ്, നിലപാടുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അല്ലാതെ ഇത് സർവകലാശാലയെ നന്നാക്കാനാണോ? ഞാനിപ്പോൾ നോക്കുമ്പോൾ കേരള സർവകലാശാലയുടെ അവസ്ഥ നോക്കണം ശ്യാമിലി. സംസ്ഥാന പൊതു സർവകലാശാലകൾ എന്ന ഗണത്തിൽ ഇന്ത്യയിൽ 5ാം സ്ഥാനത്തുള്ള സർവകലാശാലയാണ് കേരള സർവകലാശാല. യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 25ാം സ്ഥാനത്തുണ്ട്. ഓവറോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 സർവകലാശാലകളിലൊന്നുമാണ് ഈ കേരള സർവകലാശാല. അപ്പോൾ ഓവറോൾ വിഭാഗത്തിൽ തന്നെ ടോപ്പ് 50 ഉള്ളിൽ ഉൾപ്പെടുന്ന
പൊതു സർവകലാശാലകളുടെ ഗണത്തിൽ 5ാം സ്ഥാനത്തുള്ള ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നിനെയാണ് അദ്ദേഹം ഇനി നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എങ്ങനെ? അവിടെ ഈ രാഷ്ട്രീയമെല്ലാം ഉള്ളപ്പോഴാണ് ഈ 5ാം സ്ഥാനത്ത് വരുന്നതെന്ന് ഓർക്കണം. ഇങ്ങനെ അരാഷ്ട്രീയവാദിയായ ഒരാൾ ആ അരാഷ്ട്രീയവൽക്കരിക്കാൻ, ആ ക്യാമ്പസിനെ അരാഷ്ട്രീയവൽക്കരിക്കാൻ എന്ന വ്യാജേന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും അതിനുള്ള പണിയെടുക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ആ സർവകലാശാലയെ ഇനിയും ഉയർത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ നിന്ന് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സർവകലാശാലയെ, അതായത് എല്ലാ രാഷ്ട്രീയവും പറഞ്ഞ് പഠന വിഷയങ്ങളിലും പഠനേതര വിഷയങ്ങളിലും മികവ് പുലർത്തി മുന്നോട്ട് പോകുന്ന ആ മികച്ച സർവകലാശാലയിലാണ് അദ്ദേഹം ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് ഓർക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇത്തരം വിഷയങ്ങളിലെല്ലാം അധികൃതരുടെ ഭാഗത്ത് നിൽക്കാൻ ഒരു വലിയ വിഭാഗം ഉണ്ടാകും. കാരണം സമൂഹത്തിൽ വലിയൊരളവ് രാഷ്ട്രീയവാദികളുണ്ട്. അപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈസ് ചാൻസലർ ഒക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്, ഒരു VC പറയുമ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ എന്തോ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് അവിടെ, അതുകൊണ്ടായിരിക്കും എന്നുള്ളത് ഇവർ അദ്ദേഹത്തെ ഇങ്ങനെ പാവത്തെ ഇങ്ങനെ കുഴപ്പത്തിലാക്കുകയാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ എന്താണ് മനോരമ പത്രത്തിൽ കണ്ട വിശദീകരണം കൂടി കാണുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയവാദിയാണ്. അത് ആളുകൾക്ക് വലിയ ഈ രക്ഷകർത്താക്കൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്, വലിയൊരു അളവോളം. അപ്പോൾ എന്താണ് ഈ രാഷ്ട്രീയത്തോടൊക്കെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഇദ്ദേഹം ഈ സർവകലാശാലയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ അല്ലെങ്കിൽ ഈ BJP ഇതര രാഷ്ട്രീയക്കാരെല്ലാം കൂടെ അതിനെ കുഴപ്പത്തിലാക്കുകയാണ്, KSU SFI എല്ലാം കൂടെ എന്നുള്ള മട്ടിൽ ആളുകൾ വേണേൽ വിലയിരുത്താം. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സർവകലാശാലയിൽ ഈ രാഷ്ട്രീയവും എല്ലാം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സർവകലാശാലയിൽ കുഴപ്പമുണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വല്ല ഇഷ്യൂമാണോ അദ്ദേഹത്തിൽ അദ്ദേഹം എടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത്? ഭാരതാംബ, അവിടെ ഉണ്ടായ ആദ്യത്തെ പ്രശ്നം എന്തായിരുന്നു? കാവിക്കൊടി എന്തിയ ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ടത് ഭാരതാംബയാണെന്ന് പറയണമെങ്കിൽ എത്ര പേര് അത് അംഗീകരിക്കും? പിന്നെ ആ സങ്കല്പത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ഇന്ന് ഏറ്റവും വൃത്തികെട്ട പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഈ രാജ്യത്ത് ഡിസെൻറ്റിനുള്ള അവകാശമുണ്ട്. ഈ രാജ്യത്ത് സർക്കാർ പറയുന്നതോ ഇല്ലെങ്കിൽ ഈ ഒരു VC പറയുന്നതോ അല്ല അംഗീകരിക്കാൻ പോകുന്നത്. അതിനപ്പുറത്ത് ഈ വിയോജിപ്പിന് കൂടിയുള്ള അവസരം നൽകുന്നതല്ലേ ഈ രാജ്യത്തെ ഭരണഘടന. രാജ്യം 80ാം വർഷത്തിലേക്ക് കടന്നത് ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടാണ്. അപ്പോൾ അത് തിരിച്ചറിയാതെ ഇത്തരത്തിലുള്ള അരാഷ്ട്രീയവാദികൾക്ക് അത് മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നിലയ്ക്കുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. അത്തരത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവർക്കെതിരെ വേണമെങ്കിൽ അസഭ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു വൈസ് ചാൻസലർ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതിഷേധം ഉയരും, സ്വാഭാവികമാണ്. ഞാൻ ക്യാമ്പസിലായിരുന്നെങ്കിൽ ഇപ്പോഴെങ്കിലും ഞാനും സമരത്തിലിറങ്ങിയേനെ. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിപ്പോൾ KSU എന്നോ SFI എന്നോ ഒന്നുമില്ല. ആരായാലും അവിടെ പ്രതിഷേധിക്കാൻ പ്രതിഷേധ ശബ്ദം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മിനിമം രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ അതിൽ ശബ്ദം ഉയർത്തും. ഈ സർവകലാശാലയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഉൾപ്പെടുന്ന സർവകലാശാലയാണ്. എന്താ വെച്ചാൽ ഏഷ്യയിലെ മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ 339ാം സ്ഥാനം കൂടി ഈ സർവകലാശാലയ്ക്കുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ മികവ് പുലർത്തുന്ന സർവകലാശാല എന്ന നിലയ്ക്കാണ് അത് കാണേണ്ടത്. ഇനി മറ്റ് സർവകലാശാല നോക്കിയാൽ കുസാറ്റ് നോക്കിക്കഴിഞ്ഞാൽ പൊതു സർവകലാശാലയുടെ ഗണത്തിൽ 6ാം സ്ഥാനത്തുള്ള സർവകലാശാലയാണ്. മഹാത്മാഗാന്ധി സർവകലാശാല 17ാം സ്ഥാനത്തുണ്ട്. ഈ കാലിക്കറ്റ് സർവകലാശാല നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, 38ാം സ്ഥാനത്തുണ്ട്. ആദ്യത്തെ 50-നുള്ളിൽ പെടുന്നതാണ് ഈ സർവകലാശാലകളൊക്കെ. ആ സർവകലാശാലകളിൽ യഥാർത്ഥത്തിൽ അവിടുത്തെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ മറ്റേതെങ്കിലും തരത്തിലുള്ള നടത്തിപ്പുമായി ബന്ധപ്പെട്ടോ വിദ്യാർത്ഥികളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടോ ഒന്നും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ പെരുപ്പിച്ച് കാണിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല. അപ്പോൾ എന്താണ് പ്രശ്നം? ഈ രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള നിലപാടുകൾ ഈ VCമാർ സ്വീകരിക്കുന്നതാണ് പ്രശ്നം. ഇപ്പോൾ തന്നെ ഗവർണറുടെ അധികാര പരിധിക്ക് അപ്പുറത്താണ് ഇടപെട്ടത് എന്നുള്ള ആരോപണം ശരിയല്ലേ? ഇത് ഈ മട്ടിൽ തന്നെയാണ് ഞാൻ ഈ സർക്കാർ കൃത്യമായി വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പ് ഇതുപോലെ VCമാരുടെ കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ ഗവർണറുമായി പിണറായി വിജയൻ നേരിട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തി എന്നുള്ളത് വലിയ വിമർശന വിധേയമായ വിഷയമാണ്. ആ കാര്യത്തിൽ നമ്മളും വിമർശനം ഉന്നയിച്ചതാണ്. എങ്ങനെ ആ കാര്യത്തിൽ മറ്റ് ആ രാഷ്ട്രീയ പാർട്ടിയോ CPIM-നെയോ ആ മുന്നണിയെയോ വിശ്വാസത്തിലെടുക്കാതെയാണ് അങ്ങനെ പല നീക്കങ്ങളും ആ കാലത്ത് നടന്നത് എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് വലിയ ആരോപണം ഉന്നയിച്ച ആളുകൾ, വിമർശനം ഉന്നയിച്ച ആളുകളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഈ ഇടപെടലിനെ കുറിച്ച് അവർ കർശനമായി പ്രതികരിക്കേണ്ടതല്ലേ? ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? ഇപ്പോൾ ഇവിടെ സംസ്കൃത കോളേജിലെ സമരരീതിയെക്കുറിച്ച് പറഞ്ഞു. ഈ സമരരീതി എന്ന് പ്രതീകാത്മകമായ സമരരീതികൾ എല്ലാ കാലത്തും ക്യാമ്പസുകളിലുണ്ട്. നേരിട്ട് ആക്രമിക്കുന്നത് അതിനേക്കാൾ എത്രയോ നല്ലതാണ് എപ്പോഴും പ്രതീകാത്മകമായ സമരരീതി. ഇപ്പോൾ നമ്മളൊരാളുടെ കോലം കത്തിക്കുകയാണ്. കോലം കത്തിക്കുമ്പോൾ എങ്ങനെയാണ് കത്തിക്കുന്നത്? ചുമ്മാ അങ്ങനെ അല്ലല്ലോ. അതായത് ഒരു വ്യക്തിയെ
പ്രതീകാത്മകമായി ഒരു വ്യക്തിയെ അവതരിപ്പിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ വേഷഭൂഷാദികൾ തന്നെ ചിലപ്പം ആ കോലത്തിനെ അണിയിച്ചുകൊണ്ട് ആ മുഖം തന്നെ വെട്ടിവെച്ചുകൊണ്ടൊക്കെയാണ് ഇത് കത്തിക്കുന്നത്. പച്ചയ്ക്ക് കത്തിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഇത് പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരാളെ ഇത് ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ ഇത് നീതീകരിക്കാനാവുന്നതാണോ? പച്ചയ്ക്ക് ഇതേ കത്തിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പോവും. കാരണം ഇവിടെ KSUക്കാർക്ക് സമരം ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരും. എത്രയോ സമരം അങ്ങനെ ആ നിലയ്ക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സമരത്തെക്കുറിച്ച് ഇവർ വിശദീകരിക്കുന്നത് ഡ്രാമ സ്കൂളിലെ കുട്ടികൾ നടത്തിയ സമരമാണ്, ഈ ശവമഞ്ചം വെച്ചിട്ടുള്ള സമരം എന്നാണ് പറയുന്നത്. അതെന്തോ ലൈറ്റ് അവിടുത്തെ സമരത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. 10-23 ദിവസമായിട്ട് അവിടെ തുടർച്ചയായി സമരം നടക്കുന്നു. അക്കാര്യത്തിലൊരു ധാരണ ഉണ്ടാവുന്നില്ല, പരിഹാരം ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു സമയത്ത് വന്ന സമരമാണ് എന്ന് പറയുന്നത്. അവർ ഉന്നയിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഗവർണറുടെ ഇടപെടൽ വന്നതിന് ശേഷം ആ കേസിൻ്റെ സ്വഭാവം മാറി എന്നുള്ളത് ഗൗരവതരമല്ലേ? കാരണം ഈ 13-ാം തീയതി ഒരു FIR ഇട്ടിട്ടുണ്ട്, 16-ാം തീയതി മറ്റൊരു FIR ഇട്ടിട്ടുണ്ട്. 13-ാം തീയതി FIR-ൽ എന്താ ഉള്ളത്? വിദ്യാർത്ഥികൾ സമരം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു, പിരിഞ്ഞു പോയില്ല, അതുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തു. ക്ലിയറാണ്. എല്ലാ വിദ്യാർത്ഥി സമരങ്ങളിലും ഇത്തരം സമരങ്ങളിലും ഉണ്ടാകുന്ന കേസിൻ്റെ സ്വഭാവം തന്നെയാണത്. പക്ഷേ 16-ാം തീയതി എന്താണ്? സിസ തോമസിനെ ക്രൂരമായി ആക്രമിച്ചു എന്നതിലേക്ക് പോയി. ഞാൻ ഇതുവരെ സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ വിഷ്വലിൽ സിസ തോമസിനെ ക്രൂരമായി ആക്രമിക്കുന്നത് കണ്ടില്ല. മറ്റേതെങ്കിലും ചാനലിലുണ്ടെങ്കിൽ അത് കാണാൻ ഈ പ്രസ്താവന തിരുത്താനും ഞാൻ തയ്യാറാണ്. അങ്ങനെ ക്രൂരമായി അവർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ തൽക്കാലം വിശ്വസിക്കുന്നില്ല. അത് FIR ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പോലീസ്. അതെങ്ങനെയാണ് ഈ ഗവർണർ DGPയെ നേരിട്ട് വിളിച്ചതിന് ശേഷം സംസ്ഥാന ഭരണത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങൾ അങ്ങ് കൊടുക്കുകയാണ്. ഗവർണർ എന്നത് ആ മട്ടിൽ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിലോ ഭരണത്തിലോ ഇടപെടാൻ ഉത്തരവാദിത്വമോ അധികാരമോ ഉള്ള ഒരു സംവിധാനമല്ല. പക്ഷേ എങ്ങനെയാണ് ഇടപെടുന്നത്? ഈ സ്റ്റേറ്റിൻ്റെ, ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ, ഈ സ്റ്റേറ്റിൻ്റെ അവകാശങ്ങളെ കവരുന്ന നടപടിയല്ലേ അത്? ഇത് നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ അതിന് വഴങ്ങിക്കൊടുക്കുന്നു CPM എന്നുള്ള ആരോപണം ഉന്നയിച്ചതാണ്. ഈ കാര്യത്തിലൊരു വ്യക്തത ഇപ്പോൾ വരുത്തണം. നമ്മൾ KM ഷാജി PM ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ അഭിപ്രായം കേട്ടു. അതായത് എനിക്കിപ്പോഴും അഭിപ്രായം അതൊക്കെ തന്നെയാണ്. അന്ന് പറഞ്ഞ പോലെ അറബിക്കടലിന് അപ്പുറത്ത് ഏതെങ്കിലും അഴുക്കുചാലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് തള്ളണം എന്നുള്ളത്. പക്ഷേ ഞാൻ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതല്ലേ പറ്റൂന്ന്. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം കൂടി ചെയ്യണം. ഞാൻ ഒറ്റയ്ക്കൊരു സംവിധാനം അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം. കഴിഞ്ഞ സർക്കാരിനും ഈ പരിമിതികൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അന്നത്തെ പ്രസ്താവന തിരുത്തുകയാണെന്ന് കൂടി KM ഷാജി പറയണ്ടേ? അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാഹചര്യം, അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇനി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കുക. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർവകലാശാലകളിലും ഗവർണർമാർ അമിത ഇടപെടലുകൾ നടത്തുന്നുവെന്ന ആരോപണം കാലങ്ങളായി തന്നെ നിലവിലുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായിരുന്നപ്പോൾ അദ്ദേഹവും സംസ്ഥാന സർക്കാരും തമ്മിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളേറെ വാർത്താ പ്രാധാന്യം ആ ഘട്ടത്തിൽ നേടിയിരുന്നു. നടു റോഡിലടക്കം ഗവർണറും SFI പ്രവർത്തകരും തമ്മിൽ പോരടിക്കുന്നതും അന്ന് നമ്മൾ കണ്ടു. ആരിഫ് മുഹമ്മദ് ഖാന് പകരം രാജേന്ദ്ര ആർലേക്കർ വന്നിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഗവർണറുടെ അധികാരങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് വരെ അന്നത്തെ LDF സർക്കാർ എത്തിച്ചേർന്നിരുന്നു. പിന്നീട് വന്ന UDF സർക്കാർ ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ട എന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേമാതരം മുതൽ VC-മാർ RSS പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ വരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ VD സതീശൻ സർക്കാർ ഇതുവരെ തയ്യാറായിരുന്നില്ല. ഗവർണർ കേരളത്തിൽ സമാന്തര ഭരണം നടത്താൻ ശ്രമിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. ഫെഡറൽ വ്യവസ്ഥകളെ ലംഘിച്ചും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഹൈജാക്ക് ചെയ്തും സർവകലാശാലകളിൽ അമിത ഇടപെടൽ നടത്തുന്നതടക്കമുള്ള ഗവർണറുടെ ഈ നീക്കത്തോട് ശക്തമായ നിലപാട് പറയാൻ സംസ്ഥാന സർക്കാർ ഇനി തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണാം. RDXൽ ഒരിടവേള.